ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കൂന്തൽ കൊണ്ടുള്ള പാസ്തയാണ്. പാസ്ത കൊണ്ടുള്ള വിഭവങ്ങളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ആയിട്ട് തോന്നിയത് കൂന്തൽ പാസ്തയാണ്. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡീനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇതിനു വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 250 ഗ്രാം കൂന്തളാണ്. കൂന്തൽ കഴുകി വൃത്തിയാക്കി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കണം. ഇനി വേണ്ടത് 1 കപ്പ് പാസ്തയാണ്. പാസ്തക്ക് പകരം വേണമെങ്കിൽ മക്രോണിയും ഉപയോഗിക്കാം. അതുപോലെ കുറച്ച് വലിയൊരു ഉരുളക്കിഴങ്ങ് ഈ ഒരു നീളത്തിൽ മുറിച്ച് കുറച്ച് ഉപ്പിട്ട വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് പൊരിച്ചെടുക്കാനുള്ളതാണ്. ആദ്യം പാസ്ത വേവിച്ചെടുക്കാനുള്ള വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം. 3.5 കപ്പ് വെള്ളമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് പാസ്തക്ക് ആവശ്യമുള്ള ഉപ്പും 1 ടീസ്പൂൺ ഓയിലും ചേർത്ത് തിളപ്പിക്കാൻ വെക്കാം. വെള്ളം തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് മറ്റൊരടുപ്പിൽ കൂന്തൽ വേവിച്ചെടുക്കാം. കൂന്തൽ കുക്കറിലിട്ട് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും പാകത്തിന് ഉപ്പും 1/4 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് നന്നായി ഇളക്കി ചേർത്ത് വേവിക്കാൻ വെക്കാം. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കൂന്തലിൽ ധാരാളം വെള്ളമുണ്ടാവും. കുക്കറിൽ നിന്ന് വിസിൽ വന്നു കഴിഞ്ഞാൽ തീ ലോ ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ് വെച്ച ശേഷം തീ ഓഫ് ചെയ്യണം. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. പാസ്ത ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്ത് അടച്ചു വെച്ച് കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുക്കണം. ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ ഏകദേശം 15 മിനിറ്റായി. നമ്മുടെ പാസ്ത പാകത്തെ വേവായിട്ടുണ്ട്. വെന്തോന്നറിയാൻ ഇതൊന്ന് ഇതുപോലൊന്ന് മുറിച്ച് നോക്കിയാൽ മതി. നല്ല സോഫ്റ്റായിട്ട് മുറിഞ്ഞു വരും. ഇനി ഇത് ഊറ്റിയെടുക്കാം. ഊറ്റിയെടുത്തിട്ട് ഇതുപോലെ മുകളിലൂടെ കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതിൻ്റെ വഴുവഴുപ്പൊന്നും പോകാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിന് വെള്ളം ഊറാൻ വെക്കാം. ഉരുളക്കിഴങ്ങിന് വെള്ളത്തിൽ നിന്നെടുത്ത് ഒരു ടിഷ്യൂ പേപ്പറിലോ തുണിയിലോ ഇട്ട് വെള്ളം ഒന്ന് തുടച്ചെടുക്കണം. ഇതിനി പൊരിച്ചെടുക്കാം. ചൂടായ ചട്ടിയിലേക്ക് 1/2 കപ്പോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഓയിൽ ചൂടാകുമ്പോൾ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഇത് പതുക്കെ ഇളക്കി ഗോൾഡൻ കളർ ആവുന്നത് വരെ പൊരിച്ചെടുക്കണം. ഇത് കോരി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. കിഴങ്ങ് പൊരിച്ചെടുത്ത ചട്ടിയിൽ നിന്ന് കുറച്ച് ഓയിൽ മാറ്റി വെക്കാം. ചട്ടിയിൽ ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ മതി. ഇനി ഇതിലേക്ക് വലിയ ഒരു സവാള ഇതുപോലെ കൊത്തി അരിഞ്ഞതിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് വഴറ്റാം. ഇതൊന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് വഴറ്റാം. 7-8 അല്ലി വെളുത്തുള്ളിയും 1 ഇഞ്ച് വലിപ്പമുള്ള ഇഞ്ചി കഷ്ണവും കൂടി അരച്ചെടുത്തതാണിത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, അതായത് ഉണക്കമുളക് ക്രഷ് ചെയ്തത്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എന്നിവ കൂടി ചേർത്ത് വഴറ്റാം. ഇത് അത്യാവശ്യം എരിവുണ്ടാവും. എരിവ് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ഉപയോഗിച്ചാൽ മതി. പൊടികളൊന്ന് വഴന്ന് വരുമ്പോൾ മീഡിയം വലിപ്പമുള്ള 2 തക്കാളി മിക്സിയിൽ അടിച്ചെടുത്ത് ഒഴിച്ചു കൊടുക്കണം. ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ക്യാപ്സിക്കം ഈ ഒരു വലുപ്പത്തിൽ അരിഞ്ഞതും 1/2 കപ്പോളം ക്യാരറ്റ് ചെറുതായി അരിഞ്ഞതും ചേർത്ത് 2-3 മിനിറ്റ് ഒന്ന് വഴറ്റണം. ഇത് വഴന്ന് വരുമ്പോൾ 1/2 ടീസ്പൂൺ സോയാ സോസും 1 ടീസ്പൂൺ ടൊമാറ്റോ സോസും 1 ടീസ്പൂൺ വിനാഗിരിയും ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ചെടുത്ത കൂന്തലിട്ട് കൊടുക്കാം. കൂന്തലിട്ട് 1-2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുക്കാം. ഇനി പാസ്ത ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി ചേർത്ത് 1/4 കപ്പ് വെള്ളം ചേർത്ത് നന്നായി ഇളക്കി അടച്ചു വെച്ച് തീ ലോ ഫ്ലെയിമിലിട്ട് ഒരു 3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം.
ഇനി ഇതിലേക്ക് നമ്മൾ പൊരിച്ചു വെച്ച ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ നാരങ്ങനീരും കൂടി ചേർത്ത് ഇളക്കി തീ ഓഫ് ചെയ്യാം. നമ്മുടെ കൂന്തൽ പാസ്ത ഇപ്പോൾ റെഡിയായി. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി ലൈക്ക് ചെയ്ത് കമൻ്റ് ഇടാൻ മറക്കരുത്.